പണ്ടുകാലങ്ങളിൽ ലോകത്തിന്റെ പല സംസ്കാരങ്ങളിലും പ്രദേശങ്ങളിലും കഥകളിലും മറ്റുമായി മനുഷ്യർ ഭയക്കുന്ന നിരവധി ഭീകരജീവികൾ നിലനിന്നിരുന്നു. ഉദാഹരണമായി ചൈനീസ് ഇന്ത്യൻ മിത്തോളജികളിൽ നിലനിന്നിരുന്ന തീതുപ്പുന്ന ഡ്രാഗൺ, ഗ്രീക്ക് പുരാണങ്ങളിൽ നിലനിന്നിരുന്ന ഒറ്റക്കണ്ണുള്ള സൈക്ലോൺ എന്ന ഭീമൻ മനുഷ്യൻ, 1100 കാലഘട്ടത്തിൽ കടൽ യാത്രകളിൽ ഭയപ്പെടുത്തുന്ന കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന ക്രാക്കൻ എന്ന ഭീമൻ നീരാളി, അറേബ്യൻ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആനയെപ്പോലും റാഞ്ചാൻ തക്ക വലിപ്പമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന റോക്ക് എന്ന ഈഗിൾ, നേപ്പാൾ, റഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന യതി, ഇതൊക്കെ അടങ്ങുന്ന ലിസ്റ്റ് വളരെ നീണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ പിൻനിർത്തി പുറത്തുവരുന്ന വാർത്തകൾക്ക് പിന്നാലെ അല്പമെങ്കിലും യുക്തിയുള്ളവർ ഇന്ന് പോകാറില്ല. പക്ഷേ പരിഷ്കൃത ലോകം മിത്ത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭീകരമൃഗം മനുഷ്യരെ ക്രൂരമായി വർഷങ്ങളോളം വേട്ടയാടി ഭക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ സത്യം മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. ഈ കാര്യത്തിലെ വലിയൊരു അതിശയോക്തി എന്തെന്നാൽ അങ്ങനെയൊരു ജീവിയെ കണ്ടെത്താനും ചിത്രങ്ങൾ പകർത്താനും കഴിഞ്ഞതിന് ശേഷവും അതിനെ കീഴടക്കാനോ കൊലപ്പെടുത്താനോ ഇന്നും മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നതാണ്. 20 അടി, അതായത് 6 മീറ്റർ നീളവും അതിനൊത്ത വണ്ണവുമുള്ള 1000 കിലോയോളം ഭാരവും വരുന്ന ഈ ഭീകരൻ മനുഷ്യന്റെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളോളം എങ്ങനെ ജീവിച്ചിരിക്കണം? അതെ, ഇന്നത്തെ വീഡിയോയിൽ 300ഓളം മനുഷ്യരെ കൊലപ്പെടുത്തി ഭക്ഷിച്ച ഗുസ്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നരഭോജി മുതലയെ പറ്റി തന്നെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. എന്ന നരഭോജിയായ മുതലയെപ്പറ്റി പറയുന്നതിന് മുൻപ് ഈ മുതലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതല എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മുതലയെപ്പറ്റി ചിലത് അറിഞ്ഞിട്ട് ഗുസ്താവിൻ്റെ കഥയിലേക്ക് കടക്കാം. ലോകത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മുതല ലൊലോങ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുതലയാണ്. ഫിലിപ്പീൻസിലെ ബുനവാൻ നദീ തീരങ്ങളിൽ ഭീതി വിതച്ചിരുന്ന ഈ മുതലയെ 2011 ബുനവാൻ നദിയിൽ നിന്നും പിടികൂടുന്നത്. ബുനവാൻ പട്ടണത്തിലെ കാണാതെയായ ഒരു കൃഷിക്കാരനെ ഭക്ഷിച്ചതിനും 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് തല മാത്രം ഭക്ഷിക്കുകയും ചെയ്തത് ലൊലോങ് ആണെന്ന സംശയമായിരുന്നു ഫിലിപ്പീൻ അധികാരികളാൽ ഈ മുതലയെ വേട്ടയാടാൻ തീരുമാനിക്കാൻ കാരണമാക്കിയത്. ഈ മുതല നടത്തിയെന്ന് പറയുന്ന ആക്രമണങ്ങൾക്ക് ശരിയായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവനോടെ പിടികൂടാൻ തന്നെയാണ് അധികാരികൾ തീരുമാനിച്ചത്. മുതലകളെ വേട്ടയാടുന്നതിൽ പ്രശസ്തനായ കിം റിമോസിന്റെ നേതൃത്വത്തിൽ 100ഓളം ആളുകളുടെ ആഴ്ചകളോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് ലൊലോങ് പിടിയിലാകുന്നത്. 2011 സെപ്റ്റംബർ 3 പിടിയിലാകുമ്പോൾ തന്നെ 1075 കിലോ ഭാരവും 20 അടി 5 ഇഞ്ച് നീളവും ഒത്ത വണ്ണവുമുള്ള ഒരു ഭീകരൻ തന്നെയായിരുന്നു ലൊലോങ്. പിടികൂടിയതിന് ശേഷം പരിശോധനയ്ക്ക് വിധേയരാക്കിയ ഡോക്ടർമാർ ഇതിനു മുൻപ് നടന്നിട്ടുള്ള കൃഷിക്കാരൻ്റെ തിരോധാനവും അതല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട 10 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവനെടുത്തതുമായ സംഭവങ്ങളിൽ ലൊലോങ് എന്ന മുതലയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ലൊലോങ് പിടിക്കപ്പെട്ടതിന് ശേഷവും ഇതേ പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ നടന്നു വന്നു. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം ഏകദേശം 24 മുതൽ 29 വരെ അടി നീളമുള്ള പൊട്ടോൾ എന്ന് വിളിക്കപ്പെടുന്ന മുതലയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്കിലും ഭീമാകാരമായ ഒരു ശാരീരിക പ്രകൃതം കാരണം ബുനവാൻ പ്രദേശത്തുള്ളവർക്ക് ഈ ലൊലോങ് എന്ന മുതലയെ സ്വതന്ത്രമായി വിട്ടയക്കാൻ സമ്മതമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻ ഗവൺമെന്റ് ഈ മുതലയെ തടവിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുന്നു. 2013 ഫെബ്രുവരി 10 ലൊലോങ് എന്ന മുതല മരണമടയുമ്പോൾ തടവിൽ കഴിഞ്ഞിരുന്ന ഏറ്റവും വലിയ മുതല എന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ഈ സംഭവം നടക്കുന്നതിനും 23 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുൻപ് 1980കളിലാണ് മനുഷ്യരെ നിഷ്കരുണം ആക്രമിച്ച് കഷണങ്ങളാക്കുകയും അതിൽ ചിലതൊക്കെ ഭക്ഷിക്കുകയും അധികവും മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ദുഷ്ടശക്തിയുള്ള രാക്ഷസൻ മുതലയുടെ കഥകൾ ആഫ്രിക്കൻ രാജ്യമായ ബുറുണ്ടിയിലെ റുസൂസി നദിക്കരയിലെ ഗ്രാമങ്ങളിൽ നിന്നും ടാൻഗനിക്ക തടാകത്തിന്റെ വടക്കൻ തീരത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്നു വരാൻ തുടങ്ങുന്നത്. ഈ പ്രദേശങ്ങളിലെ മുതലകളൊക്കെ നരഭോജികളാണെന്നും അതിൽ ഏറ്റവും ഭയാനകമായ വലിപ്പമുള്ള മുതല മനുഷ്യരെ മാത്രം ഉന്നം വെച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന രാക്ഷസ മൃഗമാണെന്നും ഒക്കെയായിരുന്നു കഥകൾ പരന്നു തുടങ്ങിയത്. പുറം ലോകം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പെരിപ്പിച്ച് കാണിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. മാത്രമല്ല, അന്നത്തെ ബുറുണ്ടി എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഈ വാർത്തകൾക്ക് പ്രാധാന്യം ഇല്ലാതെയാക്കി. അന്ന് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ കാരണമാണ് ഈ മുതലകളുടെ നരവേട്ട ശ്രദ്ധ നേടാതെ പോകുന്നത്. വിദേശികളുടെയും സ്വദേശികളുടെയും ഗ്രൂപ്പുകൾ മാറി മാറി ഭരണം നടത്തിയിരുന്ന ബുറുണ്ടിയുടെ ഭൂതകാലം ക്രൂരതകളുടെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഭവങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. 1966 മുതൽ നിലവിൽ വന്ന ടൂട്സി വംശജരുടെ രാജഭരണമാണ് ഇതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
ടൂട്സി രാജഭരണ കാലഘട്ടത്തിൽ ബുറുണ്ടിയിലുണ്ടായിരുന്ന മറ്റൊരു വംശമായിരുന്നു ഹുട്ടു വംശം. ടൂട്സി രാജാക്കന്മാരുടെ കിരാത ഭരണത്തിന്റെ കീഴിൽ ഹുട്ടു വംശത്തെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയുണ്ടായി. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ വംശഹത്യയിൽ 3 ലക്ഷത്തോളം ഹുട്ടു വംശകരെ കൊന്നൊടുക്കുന്നു. കൊല ചെയ്യപ്പെട്ട ഈ മനുഷ്യരുടെ മൃതദേഹം മറവ് ചെയ്യാൻ പോലും തയ്യാറാകാതെ ടുട്സി ഭരണാധികാരികൾ ഈ മൃതദേഹങ്ങളൊക്കെ റുസൂസി നദിയിലും ടാങ്കനിക്ക തടാകത്തിലുമൊക്കെ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. റുസൂസി നദിയിലും ടാങ്കനിക്ക തടാകത്തിലുമുള്ള മുതലകൾക്ക് ഈ ശരീരങ്ങൾ ഭക്ഷണമായി മാറി. മനുഷ്യന്റെ മാംസം വർഷങ്ങളോളം ഈ നദിയിലെ മുതലകൾക്ക് ഭക്ഷണമായതോടെ അവ കാലക്രമേണ നരഭോജികളായി മാറുകയും ചെയ്തു എന്ന് അക്കാലത്ത് കണക്കാക്കപ്പെടുന്നു. വളരെ പരന്നതും ശാന്തവുമായി ഒഴുകുന്ന നദിയാണ് റുസൂസി നദി. ഈ നദിയുടെ നടുക്ക് പലയിടങ്ങളിലും പരന്ന പ്രദേശം പോലെ ചെറിയ ചെറിയ മൺതിട്ടകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ മൺതിട്ടകളിൽ മുതലകൾ വിശ്രമിക്കുന്നത് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിരം കാഴ്ചയാണ്. ഈ തടാകം മത്സ്യസമ്പത്ത് പോലെ തന്നെ അനേകം മുതലകളുടെ സാന്നിധ്യം കൊണ്ടും അന്നും ഇന്നും വളരെ കുപ്രസിദ്ധമാണ്. രൂക്ഷമായ ആഭ്യന്തര കലഹവും മറ്റും കാരണം പട്ടിണി എന്ന മഹാമാരി ഈ പ്രദേശത്തെ ആകെ കീഴടക്കുന്നു. ഏത് നിമിഷവും ആക്രമിച്ചേക്കാവുന്ന മുതലകളുള്ള തടാകത്തിലേക്ക് വിശപ്പടക്കുന്നതിനായി മത്സ്യബന്ധനം നടത്താൻ ഈ തീരപ്രദേശത്തുള്ളവർക്ക് തയ്യാറാകേണ്ടി വന്നു. പാരമ്പര്യമായി മത്സ്യബന്ധനം നടത്തി വന്ന ഒരു വിഭാഗം കൂട്ടർക്ക് മുതലകളുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ നന്നായി അറിയാമായിരുന്നു. എങ്കിൽ കൂടി ഇവരിൽ പലരും മുതലകൾക്ക് ഇരയായിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ മുതലകളിൽ നിന്നും രക്ഷപ്പെടാൻ അറിയാത്ത മറ്റുള്ളവർ എങ്ങനെയായിരിക്കും അവിടെ മത്സ്യബന്ധനം നടത്താനാവുക? അത് വളരെ അപകടം നിറഞ്ഞത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നരഭോജികളായ മുതലകൾ ഉള്ളതുകൊണ്ട് തന്നെ. പടർന്നു പിടിച്ച പട്ടിണി മൂലം ആഹാരം തേടിയെത്തിയ സാധാരണക്കാർക്ക് മുതലകളുടെ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതമായി എങ്ങനെ മത്സ്യബന്ധനം നടത്തണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഈ പ്രദേശത്തെ മനുഷ്യർ മുതലകൾക്ക് ഇരയായിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നിട്ടും ഈ നദികളിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചില്ല. 1986 അവസാനങ്ങളിലാണ് ചില സംഭവങ്ങൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നത്. 86 തുടക്കത്തിൽ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായി റുസൂസി നദീ തീരത്ത് ഒരമ്മയും അച്ഛനും മകനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം വന്നെത്തുന്നു. അവർക്കും ഭക്ഷണത്തിനായി റുസൂസി നദിയെ തന്നെ ആശ്രയിക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. ദിവസവും നദീതീരത്ത് മീൻ പിടിക്കാൻ പോകുന്നത് ഒരു പതിവായി വന്നു. ഒരു ദിവസം മൂവരും ഒരുമിച്ച് നദീതീരത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അന്നേക്ക് രാവിലെ നദിക്കരയിൽ എത്തിയ കുടുംബത്തിന് ഉച്ചസമയമായപ്പോഴേക്കും ആവശ്യത്തിലധികം മീനുകൾ ലഭിച്ചു കഴിഞ്ഞു. മീനുകളൊക്കെ ഒരു സഞ്ചിയിലാക്കി തിരികെ പോകാനായി അവർ തയ്യാറായി. അപ്പോഴാണ് കാലിൽ പറ്റിയിരിക്കുന്ന ചെളി കഴുകുന്നതിനായി അവരുടെ മകൻ, അതായത് ആ കൊച്ചുപയ്യൻ, റുസൂസി നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിൽ അത് സംഭവിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും കൺമുന്നിൽ വെച്ച് ഒരു ഭീകരനായ മുതല വെള്ളത്തിൽ നിന്നും ഉയർന്നു വരികയും ആ കുട്ടിയെ കടിച്ചെടുത്ത് വെള്ളത്തിലേക്ക് തന്നെ മറയുകയും ചെയ്തു. ഒന്ന് നിലവിളിക്കാൻ പോലുമുള്ള സമയം അവർക്ക് ലഭിച്ചില്ല. തൻ്റെ ഒരേ ഒരു മകനെ തൻ്റെ കൺമുന്നിൽ വെച്ച് മുതല കടിച്ചെടുത്ത് കൊണ്ടുപോയത് കണ്ട അമ്മ നദിക്കരയിൽ തളർന്നു വീണു. ആകെ ഞെട്ടിപ്പോയ ആ പിതാവ് സ്വബോധം വീണ്ടെടുക്കാൻ കുറച്ച് സമയമെടുത്തു. മുതല വെള്ളത്തിലേക്ക് മറഞ്ഞപ്പോൾ ഉണ്ടായ ഓളങ്ങളിലേക്ക് അയാൾ എടുത്തു ചാടി തൻ്റെ മകനെ തിരഞ്ഞു. അല്പം ദൂരെയായി ഉണ്ടായിരുന്നവർ ഇവരുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടിക്കൂടി. അവർ ഈ പിതാവിനെ നദിയിൽ നിന്നും കരയിലേക്ക് കയറാൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിലവിളിച്ചുകൊണ്ട് തൻ്റെ മകനെ തന്നെ തിരയുകയാണ്. ഒരു നിമിഷം കൊണ്ട് അവിടെ ഓടിക്കൂടിയവരെ സ്തംഭിപ്പിച്ച് ആ ഭീമൻ മുതല ഒരിക്കൽ കൂടി പ്രത്യക്ഷമായി. തൻ്റെ മകനെ തിരയുന്ന ആ പിതാവിൻ്റെ ഇടുപ്പിൽ കടിച്ചെടുത്തുകൊണ്ട് ആ മുതല വീണ്ടും വെള്ളത്തിലേക്ക് മറഞ്ഞു. ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ അതിനു മുൻപും ശേഷവും ലോകം കേട്ടു. പുറം ലോകം ഈ ഭീകരതയുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. ഇങ്ങനെയുള്ള മുതലകളുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉള്ള കാരണങ്ങൾ തേടി റുസൂസി നദീതീരങ്ങളിലും ടാൻഗനിക്ക തടാകത്തിലുമൊക്കെ ആളുകൾ എത്താൻ തുടങ്ങി. കോങ്കോയിലെ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന റുസൂസി നദി കലങ്ങിക്കുറുകിയ ചെളിവെള്ളം പോലെ ഒഴുകുന്ന ഒരു നദിയാണ്. ഈ വെള്ളം വന്നു പതിക്കുന്നത് വളരെ ഭംഗിയേറിയ നീല നിറമുള്ള ടാൻഗനിക്ക തടാകത്തിലേക്കാണ്. റുസൂസി നദിക്കും ടാൻഗനിക്ക തടാകത്തിനും ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഡെൽറ്റകൾ പോലെയുള്ള പരന്ന പ്രദേശം മുതലകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതായിരുന്നു. ഈ പ്രദേശം മുതലകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും അതുപോലെ തന്നെ മുതലകൾക്കും അപകടകരവുമായി. ചെറുതും വലുതുമായ മുതലകൾ ഈ കാലയളവിൽ വൻതോതിൽ മനുഷ്യരാൽ വേട്ടയാടപ്പെട്ടു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആഭ്യന്തര കലാപത്തിൽ കൂടി ബുറുണ്ടി രാജ്യം കടന്നു പോകുമ്പോൾ പട്ടിണി ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാംസത്തിനായി കെണിവെച്ച് മുതലകളെയും മറ്റും വൻതോതിൽ വേട്ടയാടിയിരുന്നു. മുതലകളുടെ മാംസത്തിനും തുകലിനും വേണ്ടിയാണ് കൂടുതലും വേട്ടകൾ മനുഷ്യർ നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ ബുറുണ്ടി ഭരണാധികാരികൾ മുതലകളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു. നിരോധനം നിലനിന്നിരുന്നുവെങ്കിലും മനുഷ്യർ ഭക്ഷണത്തിനായി മുതലകളെ വേട്ടയാടിയിരുന്നത് തുടർന്നു വന്നു. അതേസമയം തന്നെ മുതലകളും മനുഷ്യരെ ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. 1980കളിൽ ഈ മുതലകളുടെ ആക്രമണത്തെപ്പറ്റി പഠിക്കാൻ ഹെർപ്പറ്റോളജിസ്റ്റുകൾ റുസൂസി നദിക്കരയെയും ടാൻഗനിക്ക തടാകത്തെയും പഠനവിധേയമാക്കി. അങ്ങനെ വന്നവർ നടത്തിയ പഠനങ്ങളിൽ മറ്റും വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ
300ഓളം മനുഷ്യരെ ഈ പ്രദേശത്ത് മുതലകൾ ആക്രമിച്ച് ഭക്ഷിച്ചതായി മനസ്സിലാക്കുകയും ചെയ്തു. ഈ പഠനങ്ങളിൽ അവർ ഞെട്ടിക്കുന്നതും അവിശ്വസനീയമായതുമായ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കി. അന്നുവരെ മുതലകളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട 300 മനുഷ്യരുടെയും ആക്രമണത്തിന്റെയും അവരെ ഭക്ഷിച്ചതിന്റെയും പിന്നിൽ ഒരേ ഒരു മുതല മാത്രമായിരുന്നു എന്നായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം. അവൻ റുസൂസി നദിയിലെ സാധാരണ മുതലകളേക്കാൾ വളരെ ഭീമാകാരനായ മുതലയായിരുന്നു. ഈ സത്യം പുറത്തു വന്നതോടെ പലതരത്തിലുള്ള കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്നുകൊണ്ടിരുന്നു. അസാമാന്യ ശക്തിയും വലിപ്പവുമുള്ള മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസൻ മുതല എന്നും പിശാചെന്നുമൊക്കെയുള്ള തൊങ്ങലും പൊടിയും ചേർത്ത് വെച്ചുള്ള വാർത്തകളാണ് പിന്നീട് പുറം ലോകത്തേക്ക് പരക്കുന്നത്. ഈ കഥകളൊക്കെ പുറം ലോകം ഈ വിഷയത്തെ സീരിയസ് ആയി കാണുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചു. ഇതുപോലെയുള്ള ഒരുപാട് കെട്ടുകഥകൾ നിലനിന്നിരുന്ന കാലമായതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ആ രീതിയിൽ മാത്രം കാണാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ഈ ഭീമൻ മുതല തൻ്റെ മനുഷ്യവേട്ട തുടർന്നുകൊണ്ടിരുന്നു. അപൂർവം ചിലർ ഈ കഥയിൽ വിശ്വസിച്ച് ഈ മുതലയെപ്പറ്റി പഠിക്കാൻ റുസൂസി നദീതീരത്തേക്കും മറ്റും വരുന്നുണ്ടായിരുന്നു. 1990കളിൽ ബുറുണ്ടിയിൽ തന്നെ താമസമാക്കിയിരുന്ന ഫ്രഞ്ചുകാരനായ പാട്രീസ് ഫെയ് ഈ മുതലയെപ്പറ്റി പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചവരിൽ ഒരാളായിരുന്നു. 1978 മുതൽ അദ്ദേഹം ബുറുണ്ടിയിലെ താമസക്കാരനായിരുന്നു. ഹെർപ്പറ്റോളജിസ്റ്റായും ടൂർ ഗൈഡായിട്ടുമൊക്കെ അദ്ദേഹം അവിടെ ജോലി ചെയ്തു വന്നു. ഒരു മനുഷ്യസ്നേഹിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നല്ല മൃഗസ്നേഹി കൂടിയായിരുന്നു. മുതലകൾ ആക്രമിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാനും അതേസമയം തന്നെ മനുഷ്യരിൽ നിന്നും മുതലകളെ രക്ഷിക്കാനും തനിക്ക് കഴിയണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു പാട്രീസ്. ഈ ടാൻഗനിക്ക തടാകത്തിൽ ഒരു രാക്ഷസൻ മുതല മാത്രമാണ് മനുഷ്യരെ വേട്ടയാടുന്നത് എന്ന കഥ പാട്രീസ് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതിവിശാലമായ റുസൂസി നദിയിലും ടാൻഗനിക്ക തടാകത്തിലും ഒക്കെയായി നടക്കുന്ന ഈ നരവേട്ട ഒരേ ഒരു മുതല മാത്രമാണ് നടത്തുന്നത് എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മുതലകളെയും റുസൂസി നദിയെയും പറ്റി അദ്ദേഹം പഠിക്കാനായും തീരുമാനിച്ചത്. പഠനത്തിന്റെ ഭാഗമായി അദ്ദേഹം ആദ്യം റുസൂസി നദിയിലും അതുവഴി ടാൻഗനിക്ക തടാകത്തിലേക്കുമൊക്കെ ഒരുപാട് യാത്രകൾ നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശവാസിയുടെ സഹായത്തോടെ ഒരു ചെറിയ വള്ളത്തിൽ റുസൂസി നദിയിലൂടെ യാത്ര ചെയ്യാൻ പാട്രീസ് തീരുമാനിക്കുന്നു. 1987 ഡിസംബർ മാസത്തിലാണ് പാട്രീസ് ഈ യാത്ര നടത്താൻ തീരുമാനിക്കുന്നത്. പ്രദേശവാസിയായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ചെറിയ ഒരു വള്ളത്തിലാണ് അദ്ദേഹം യാത്രകൾ നടത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധയോടെ അവർ യാത്രകൾ തുടങ്ങി. ഈ നദിയിലേക്ക് വന്നു ചേരുന്ന ചെറിയ തോടുകളിലേക്കും മറ്റും അവർ ഈ യാത്ര വിപുലീകരിച്ചു. അങ്ങനെ ഈ വള്ളങ്ങൾ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും നിയമവിരുദ്ധമായി മുതലകളെ പിടികൂടുന്നതിനായി കെണികൾ സ്ഥാപിച്ചിരിക്കുന്നത് പാട്രീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവയൊക്കെ നശിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം യാത്ര മുന്നോട്ട് തുടർന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് കെണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുതല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊരു ചെറിയ മുതലയായിരുന്നു. കെണിയിൽപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനായി കുതറിയ സമയത്താകണം അതിൻ്റെ ശരീരത്തിൽ ചെറിയ പരിക്കുകൾ പറ്റിയിരിക്കുന്നു. എങ്കിലും കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ അതിജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് പാട്രീസിന് തോന്നി. വലുതാകുമ്പോൾ ഇതേ നദിയിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു വലിയ വേട്ടക്കാരനായി മാറാൻ സാധ്യതയുള്ള ഒരു മുതലയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ വായ മൂടിക്കെട്ടിയതിനു ശേഷം മുതലയെ കെണിയിൽ നിന്നും മോചിപ്പിച്ചു. എന്നിട്ട് പാട്രീസ് ആ മുതലയെ നദിയിലേക്ക് ഇറക്കി വിട്ടു. ഇതേ സമയത്താണ് അദ്ദേഹവും സഹായിയും നിൽക്കുന്നതിന് ഏകദേശം 50 മീറ്റർ ദൂരെയായി നദിയിൽ ഒരു ഭീകരനായ മുതല പിന്നിലേക്ക് നിരങ്ങിയിറങ്ങുന്നത് കാണുന്നത്. ഒരു വലിയ വേട്ട കഴിഞ്ഞതിന് ശേഷമാണ് ആ മുതല റുസൂസി നദിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അതിൻ്റെ കടിച്ചു പിടിച്ചിരിക്കുന്ന വായിൽ ഇനിയും ജീവൻ നഷ്ടപ്പെടുത്താത്ത ഒരു മാൻ ഉണ്ടായിരുന്നു. അത് വളരെ ഭീമനായ ഒരു മുതലയായിരുന്നുവെങ്കിലും ആ മുതലയായിരുന്നില്ല അവിടുത്തെ പ്രദേശവാസികളെ ഭയപ്പെടുത്തിയിരുന്ന രാക്ഷസൻ മുതലയെന്ന് അദ്ദേഹത്തിൻ്റെ സഹായി പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് യാത്രാമധ്യേ നദിയുടെ കരയിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ട് അദ്ദേഹം അക്കാര്യം അറിയുന്നത്. ടാൻഗനിക്ക തടാകത്തിൽ മറ്റൊരു മനുഷ്യൻ കൂടി മുതലയുടെ ഭക്ഷണമായിരിക്കുന്നു. ഇതാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ സംഭവം നടന്ന ഇടത്തേക്ക് എത്തി. മുതല ആ മനുഷ്യനെ ആക്രമിച്ച സ്ഥലത്ത് തളം കെട്ടിക്കിടക്കുന്ന രക്തം മാത്രമായിരുന്നു ബാക്കി. അവിടെ കൂട്ടം കൂടി നിന്ന പ്രദേശവാസികൾ പറഞ്ഞത് ഇത് ആ രാക്ഷസ മുതലയുടെ ആക്രമണമായിരുന്നു എന്നായിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ പാട്രീസ് തയ്യാറായില്ല. അവിടെ തളം കെട്ടിക്കിടന്ന രക്തത്തിലേക്ക് വള്ളത്തിൻ്റെ പങ്കായം ഉപയോഗിച്ച് മണ്ണ് നീക്കിയിട്ടു. ഓരോ മരണവും അവിടെയുള്ള പ്രദേശവാസികളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു. അഥവാ ഇത് രാക്ഷസൻ മുതലയുടെ ആക്രമണമാണെങ്കിൽ തന്നെ ഇനി മറ്റൊരിരയെ തേടി അവൻ എവിടെയാണ് പ്രത്യക്ഷനാവുക? അത് അപ്രവചനീയം തന്നെയായിരുന്നു. പാട്രീസ് ഈ പ്രദേശത്തേക്ക് വന്ന വാർത്ത കൂടുതൽ ജനങ്ങളിലേക്ക് പടർന്നു. അവർ കരുതിയത് ഈ രാക്ഷസൻ മുതലയെ വേട്ടയാടാനോ അല്ലെങ്കിൽ കെണിയിൽപ്പെടുത്താനോ വന്നതാകാം അദ്ദേഹം എന്നതാണ്. ഇതോടെ ഈ പ്രദേശത്തുള്ള പലരും അദ്ദേഹത്തെ കാണുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഏതായാലും റുസൂസി നദിയിലെയും ടാൻഗനിക്ക തടാകത്തിലെയും നരവേട്ടയെപ്പറ്റി അദ്ദേഹം വളരെ വിശദമായ പഠനം നടത്തി. ഏകദേശം 2 വർഷത്തെ അന്വേഷണങ്ങൾക്കും പഠനത്തിനും ശേഷം അദ്ദേഹം ആ സത്യം മനസ്സിലാക്കി. അതെ, വർഷങ്ങളായി ഈ നദിക്കരയിൽ നടന്നു പോന്നിരുന്ന നരവേട്ടകൾക്കെല്ലാം പിന്നിൽ ഒരേ ഒരു രാക്ഷസൻ മുതലയാണ്. അങ്ങനെ പാട്രീസ് ആ നരഭോജിയായ മുതലയ്ക്ക് ഒരു പേര് നൽകി. അതാണ് ഗുസ്താവ്.
ഈ പേര് ഇപ്പോൾ ബുറുണ്ടിയിൽ ഉടനീളമുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ മുതലയുടെ ആക്രമണത്തിൽ നിന്നും വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ചുരുക്കം ചിലർ നൽകുന്ന അനുഭവങ്ങൾ വളരെ ഭയാനകം തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളിൽ പലർക്കും അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായിരിക്കുന്നു. ചിലർക്ക് മാരകമായ പരിക്കുകളും മറ്റു ചിലർക്ക് കയ്യോ കാലോ നഷ്ടമായിരിക്കുന്നു. എന്തായാലും പാട്രീസ് ഈ പ്രദേശവാസികളെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുമായി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഗുസ്താവിനെ പിടിക്കും. അതെ, നമ്മൾ ഗുസ്താവിനെ പിടിക്കാൻ തന്നെയാണ് തയ്യാറാവുന്നത്. അന്നേക്ക് ബുറുണ്ടിയിൽ നടന്നു വന്ന സംഘർഷഭരിതമായ ആഭ്യന്തര കലഹം 10 വർഷം തികഞ്ഞിരിക്കുന്നു. അക്കാലത്ത് ബുറുണ്ടിയുടെ തലസ്ഥാനമായിരുന്നു ബുജുംബുര. ബുറുണ്ടിയിലെ ജനങ്ങൾക്കിടയിൽ ഐക്യമോ സമാധാനമോ അക്കാലത്ത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് പാട്രീസ് ബുറുണ്ടിയിലെ പരിസ്ഥിതി മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിക്കുന്നത്. ബുറുണ്ടിയിലെ ജനങ്ങളിൽ ഭയം വിതച്ചിരുന്ന ഭീകരനായ ഗുസ്താവ് എന്ന മുതലയെ പിടികൂടാനുള്ള അനുമതി തേടിയാണ് അദ്ദേഹം മന്ത്രിയെ കാണാൻ പോകുന്നത്. വളരെ നീണ്ടുനിന്ന ഒരു ചർച്ചയ്ക്ക് ശേഷം ഗുസ്താവിനെ പിടികൂടാനുള്ള അനുമതി മന്ത്രി നൽകി. പക്ഷേ ഒരു കാരണവശാലും ഈ അനുമതിയുടെ മറപറ്റി മുതലകളെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ശക്തമായ മുന്നറിയിപ്പ് മന്ത്രി നൽകി. മാത്രമല്ല, ഗുസ്താവിനെ പിടികൂടുന്നതിനായി വെറും 2 മാസത്തെ സമയം മാത്രമാണ് ഗവൺമെന്റ് പാട്രീസിന് അനുവദിച്ച് നൽകിയത്. വെറും 60 ദിവസങ്ങൾ. വളരെ വേഗത്തിൽ പാട്രീസിന് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്തായാലും പാട്രീസ് ആദ്യം ചെയ്തത് ഗുസ്താവ് എന്ന ഭീമൻ മുതലയെ പിടികൂടുന്നതിനായി അതിന് തക്ക വലിപ്പവും ബലവുമൊക്കെയുള്ള ഒരു കെണി നിർമ്മിക്കുക എന്നതായിരുന്നു. 30 അടി നീളവും അതിന് തക്ക വീതിയുമുള്ള ഒരു കെണിയാണ് അദ്ദേഹത്തിന് നിർമ്മിക്കേണ്ടത്. ഇന്നുവരെ ഒരുപക്ഷെ അദ്ദേഹം കാണുക പോലും ചെയ്യാത്ത വലിപ്പത്തിലുള്ള ഒരു കെണി. മുതലയെ പിടികൂടുന്നതിനായി കൂടെ കൂടുന്ന ആർക്കും ഒരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകാത്ത രീതിയിൽ വേണം വളരെ സുരക്ഷിതമായി ഈ കെണി അദ്ദേഹത്തിന് രൂപകൽപ്പന ചെയ്യേണ്ടത്. ആദ്യം അദ്ദേഹം ചെയ്തത് ഇതേ രൂപത്തിലുള്ള ഒരു ചെറിയ കെണി തയ്യാറാക്കുക എന്നതായിരുന്നു. ശേഷം അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, ഈ കെണിയിൽ പെട്ടാൽ ആ ഭീമൻ മുതലയ്ക്ക് പരിക്കുകളൊന്നും ഉണ്ടാകാനും പാടില്ല. ഒടുവിൽ പാട്രീസും സംഘവും കെണി നിർമ്മിക്കാൻ തുടങ്ങി. 1000 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഒരു മുതല ഈ കെണിയിൽ പെട്ടുപോയാൽ അത് കാണിക്കുന്ന പരാക്രമങ്ങൾ ഈ കെണിക്ക് അതിജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവവും ശക്തവുമായ ഒരു കൂട് തന്നെയായിരിക്കണം അത്. ഒരു മുതലയെ പിടികൂടിയതിനു ശേഷം അതിനെ ജീവനോടെ നിലനിർത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിചയസമ്പന്നനായ ഒരു സഹായിയുടെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായ മാർക്ക് ഗോൺസ്വാന എന്നയാളെ അദ്ദേഹം ഇതിനുവേണ്ടി സമീപിക്കുന്നു. പാട്രീസിൻ്റെ ഈ പ്രോജക്റ്റിനെ പറ്റി കേട്ട മാർക്ക് വളരെ ആവേശഭരിതനായി. അന്ന് ടുണീഷ്യയിലായിരുന്നു 28 വയസ്സുകാരനായ മാർക്ക് ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം 400-ലധികം വരുന്ന നൈൽ മുതലകളുള്ള ഒരു വലിയ ഫാം നടത്തുകയായിരുന്നു. നൈൽ മുതലകൾ ഭീമന്മാരായിരുന്നുവെങ്കിലും ഗുസ്താവിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു മുതലയെ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പ്രോജക്റ്റിൽ ആകർഷനായ മാർക്ക് ഉടൻ തന്നെ ബുറുണ്ടിയിൽ എത്തുന്നു. അങ്ങനെ മാർക്കും പാട്രീസും ഗുസ്താവ് എന്ന രാക്ഷസൻ മുതല അടക്കി വാണിരുന്ന റുസൂസി നാഷണൽ പാർക്കിൽ എത്തുന്നു. കഴിഞ്ഞ 10 വർഷമായി നടന്നു വന്നിരുന്ന ആഭ്യന്തര കലഹങ്ങൾ മൂലം സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. 1950കളിൽ വളരെയധികം കാട്ടുപോത്തുകളും ആനകളും കാട്ടുപന്നികളും ഒക്കെ ഈ സമതലത്തിൽ വസിച്ചിരുന്നു. പക്ഷേ അവയൊക്കെ മനുഷ്യരുടെ ആക്രമണത്തിന് മുന്നിൽ കാലക്രമേണ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന വലിയ സസ്തനികളിൽ അതിജീവിച്ച ഒരേ ഒരു ജീവിയായിരുന്നു ഹിപ്പോപ്പൊട്ടാമസ്. അവിടെ ഉണ്ടായിരുന്ന നൈൽ മുതലകളുമായി ഈ ഹിപ്പോപ്പൊട്ടാമസുകൾ ഒരു അസ്വസ്ഥമായ സഹവർത്തിത്വത്തിൽ നദി പങ്കിട്ടു പോകുന്നു. നദിയുടെ ഏകദേശം നടുക്കായുള്ള ചെറിയ മൺതിട്ട ചൂണ്ടിക്കാട്ടി പാട്രീസ് മാർക്കിനോട് പറഞ്ഞു. ആ കാണുന്ന മൺതിട്ടയിൽ അവൻ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മാസമായി ഗുസ്താവ് എന്ന ആ രാക്ഷസനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അവൻ്റെ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവൻ ഇപ്പോഴുള്ളത് നദിയുടെ വടക്കൻ ഭാഗത്താണെന്ന് പാട്രീസിന് അറിയാം. അത് ഗുസ്താവിൻ്റെ സ്ഥിരമായ ശീലമാണ്. പക്ഷേ വേട്ടയാടിയതിനു ശേഷം അവൻ തിരികെ വരും. പിന്നെ കുറച്ചു കാലം അവൻ ശാന്തനായിരിക്കും. മൺതിട്ടകളിൽ വിശ്രമിക്കുന്ന മുതലകളുടെ ആരോഗ്യം ശ്രദ്ധിച്ച മാർക്ക് അവിടെയുണ്ടായിരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും തന്നെ മുതലകളുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ബുറുണ്ടിയിലുള്ളവർ അന്ന് കൂടുതലും സംസാരിച്ചിരുന്നത് ഗുസ്താവിനെ പറ്റി തന്നെയായിരുന്നു. പക്ഷേ അവനെ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കവും. ചിലർ പറയുന്നത് അവന് 40 അടി നീളമുണ്ട് എന്നാണ്. ചിലർക്ക് അവൻ ഒരു ഭൂതവും മറ്റു ചിലർക്ക് അവൻ രാക്ഷസനും ഒക്കെയായിരുന്നു. പാട്രീസ് അവനെ ആദ്യമായി കണ്ടത് 1989-ലായിരുന്നു. അന്ന് അദ്ദേഹം പകർത്തിയ ചിത്രം മാർക്കിന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ആ ചിത്രത്തിൽ ആ മുതലയുടെ കൃത്യമായ വലിപ്പം നിർണ്ണയിക്കുക എന്നത് സാധ്യമായിരുന്നില്ല. ഏകദേശം 21 അടി നീളവും 1 ടണ്ണിലധികം ഭാരവും അതിനുണ്ടായിരിക്കാം. അതിൻ്റെ വലിപ്പം ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഗുസ്താവിൻ്റെ തലയ്ക്ക് മുകളിലായി കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുന്ന അസ്ഥികൾ കാഴ്ചയിൽ തന്നെ അവനെ കൂടുതൽ ഭീകരനാക്കി കാണിക്കുന്നു.
വലിപ്പത്തിൽ ആഫ്രിക്കയിലെ രണ്ടാമത്തെ തടാകമായ ടാൻഗനിക്ക തടാകത്തിന്റെ തീരത്തായിട്ടാണ് അന്നത്തെ ബുറുണ്ടി തലസ്ഥാന നഗരമായ ബുജുംബുര സ്ഥിതി ചെയ്യുന്നത്. ഗുസ്താവ് പലപ്പോഴും ടാൻഗനിക്ക തടാകത്തിന്റെ തീരങ്ങളിലുണ്ടായിരുന്ന ബീച്ചുകളിൽ ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു. ബുജുംബുര പ്രദേശത്തെ നദീതീരങ്ങളൊക്കെ ഗുസ്താവിന്റെ ആക്രമണ ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പാട്രീസ് തന്റെ ടീമിലേക്ക് ദക്ഷിണാഫ്രിക്കൻ സയന്റിസ്റ്റായ ഡോക്ടർ ആലിസൺ ലെസ്ലിയെ കൂടി ക്ഷണിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ബുറുണ്ടി എന്ന രാജ്യത്ത് സയന്റിസ്റ്റുകൾ അധികമായി കടന്നു വന്നിരുന്നില്ല. എങ്കിലും ഒരു യുവതിയായ ആലിസൺ ലെസ്ലി ബുറുണ്ടിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അതിന്റെ കാരണം ഗുസ്താവിനെ പോലെ ഒരു വലിയ മൃഗത്തെ പഠിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ എന്ന് അവർക്കറിയാമായിരുന്നു. അവർ മാർക്കിനൊപ്പം നൈൽ മുതലകളെ പിടികൂടാൻ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. മുതലകളെ പിടികൂടുന്ന കാര്യത്തിൽ മാർക്കിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വൈദഗ്ധ്യം ഡോക്ടർ ആലിസൺ ലെസ്ലിക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 400-ലധികം മുതലകളെ പിടികൂടാൻ ലെസ്ലിക്ക് അതുവരെ സാധിച്ചിട്ടുമുണ്ടായിരുന്നു. പാട്രീസും സംഘവും ഗുസ്താവിനെ കൊടുക്കാനായി നിർമ്മിച്ച കൂട് കണ്ട ലെസ്ലി ശരിക്കും അതിശയിച്ചു. ഇത്രയും വലിയ ഒരു കൂട് അവർ മുൻപ് കണ്ടിട്ടുപോലും ഉണ്ടായിരുന്നില്ല. കൂട് വളരെ വിശദമായി പരിശോധിച്ച ലെസ്ലി പാട്രീസിനെ അഭിനന്ദിച്ചു. പാട്രീസിന്റെ സംഘം ഇപ്പോൾ റെഡിയാണ്. കൂടും നിർമ്മിച്ചു. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്, കഴിഞ്ഞ 2 മാസമായി ഗുസ്താവ് എന്ന രാക്ഷസ മൃഗത്തെ ആരും കണ്ടിട്ടില്ല. അവനെ പിടികൂടണമെങ്കിൽ അവൻ എവിടെയാണുള്ളതെന്ന് ആദ്യം തിരിച്ചറിയണം. വളരെ വലിപ്പം കൂടിയ ഒരു മുതലയാണെങ്കിൽ കൂടി വിശാലമായ റുസൂസി ഡെൽറ്റകളിൽ അവനെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. മൂവരും പല വഴിക്കായി വള്ളങ്ങളിൽ ഗുസ്താവിനെ തേടിയിറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. കടന്നുപോകുന്ന ഓരോ ദിവസവും അവർക്ക് നഷ്ടമാവുകയുമാണ്. ഇടയ്ക്ക് ഒരു ദിവസം 3 പേരും ഗുസ്താവിനെ പിടികൂടിയതിനു ശേഷം സുരക്ഷിതമായി പാർപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന കൂട് കാണാൻ പോകുന്നു. അവിടെ പാട്രീസ് 20 തൊഴിലാളികളെയാണ് ജോലിക്കായി നിർത്തിയിരുന്നത്. വീഡിയോയിൽ ഗുസ്താവിനെ കണ്ട മാർക്ക് കൂട് ചെറുതാണെന്ന് അഭിപ്രായപ്പെട്ടു. അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ പാട്രീസ് കൂടിൻ്റെ വലിപ്പം കൂട്ടാൻ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിടികൂടുന്ന മുതലകളെ എങ്ങനെ പരിചരിക്കണം എന്ന് കൃത്യമായി മാർക്കിന് അറിയാം. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു മുതലയെ അദ്ദേഹം കാണുന്നത് പോലും. 15 അടിയിൽ കൂടുതലുള്ള മുതലകൾ പിടിയിലായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമ്മർദ്ദം മൂലം മരണപ്പെടുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഏതായാലും പിടികൂടിയ ശേഷം സംരക്ഷിക്കേണ്ട കൂടിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ മാർക്ക് അവർക്ക് നൽകി. അങ്ങനെ അവർ ഗുസ്താവ് എവിടെയാണെന്നുള്ള തിരച്ചിൽ തുടങ്ങി. ഇത്തവണ ഡോക്ടർ ആലിസൺ ലെസ്ലി ഗുസ്താവിനെ തിരഞ്ഞെടുത്തത് ആകാശമാർഗമായിരുന്നു. അതിനായി ഒരു ഹോട്ട് എയർ ബലൂണാണ് അവർ ഉപയോഗിച്ചത്. ദിവസം മുഴുവൻ വിശ്രമമില്ലാതെ എയർ ബലൂണിലൂടെ കറങ്ങി നടന്നിട്ടും ലെസ്ലിക്ക് ഗുസ്താവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ യാത്രയിൽ റുസൂസി നദിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അത് പിന്നീട് അവർ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുമുണ്ട്. അടുത്ത ദിവസം മുതൽ കാൽനടയായി നദീതീരങ്ങളിലൂടെ ഗുസ്താവിനെയും തിരഞ്ഞ് അവർ 3 പേരും പല ദിക്കിലായി നടന്നു. ആ ദിവസവും കടന്നുപോയി. വൈകിട്ട് 4 മണിയോടടുത്ത് അവർ അന്നത്തെ അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു വലിയ ഹിപ്പോപ്പൊട്ടാമസുകളുടെ കൂട്ടം ഒരുമിച്ച് നദിയിലേക്ക് ഇറങ്ങുന്നത് ലെസ്ലി കാണുന്നത്. അത് ആസ്വദിക്കാൻ എന്ന വണ്ണം അവർ നദിക്കരയിലേക്ക് നീങ്ങി. അപ്രതീക്ഷിതമായി നദിയുടെ അങ്ങേക്കരയിൽ ഒരു മണൽത്തിട്ട പോലെ എന്തോ ഒന്ന് ചെറുതായി അനങ്ങുന്നത് അവർ കണ്ടു. കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലർ എടുത്ത് ലെസ്ലി അത് എന്താണെന്ന് നിരീക്ഷിച്ചു. അവരുടെ കൂടെയുണ്ടായിരുന്ന പ്രദേശവാസിയായ ഗൈഡ് അവരോട് പതുക്കെ പറഞ്ഞു, അതെ, അതവനാണ്, ആ രാക്ഷസൻ മുതല ഗുസ്താവ്. അയാൾ ആ പേര് പറഞ്ഞതും അത് കേട്ടിട്ടെന്ന വണ്ണം നദിയുടെ അങ്ങേക്കരയിലുണ്ടായിരുന്ന ഗുസ്താവ് ഒരു മുരൾച്ചയോടെ അതിൻ്റെ വാ പൊളിച്ചു. ലെസ്ലി മനസ്സിൽ കരുതിയിരുന്നതിലും എത്രയോ വലിപ്പമേറിയവനായിരുന്നു ഗുസ്താവ്. ഒരു വലിയ മൺകൂന പോലെ അവൻ പടർന്നു കിടക്കുകയാണ്. ഗുസ്താവ് വാ പൊളിച്ചപ്പോൾ ബൈനോക്കുലർ കൊണ്ട് അവനെ നിരീക്ഷിച്ചിരുന്ന ലെസ്ലി അവൻ്റെ കൂർത്തു നിൽക്കുന്ന പല്ലുകൾ കണ്ടു. പല കഥകളും ഗുസ്താവിനെ പറ്റി അവർ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ആ കഥകളൊക്കെ സത്യമായിരിക്കണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഗുസ്താവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുസ്താവ് പതിയെ നദിയിലേക്ക് മറഞ്ഞു. പിന്നീടുള്ള 2 ദിവസങ്ങൾ ലെസ്ലി ഗുസ്താവിൻ്റെ പിന്നാലെ കൂടി. അവനെപ്പറ്റി കൂടുതൽ പഠിക്കുക, അവൻ്റെ നീക്കം നിരീക്ഷിക്കുക, ഇതായിരുന്നു ലെസ്ലിയുടെ ലക്ഷ്യം. പക്ഷേ ലെസ്ലിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗുസ്താവ് അവരിൽ നിന്നും മനഃപൂർവ്വം എന്ന വണ്ണം അകലം പാലിക്കുന്നു. അതിൻ്റെ കാരണം 3-ാമത്തെ ദിവസമാണ് ലെസ്ലിക്ക് മനസ്സിലായത്. 3-ാം ദിവസം വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഗുസ്താവിനെ നിരീക്ഷിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു. ശബ്ദമുണ്ടാക്കാതെ കുറ്റിക്കാട്ടിൽ പതിഞ്ഞിരുന്ന അവർ തൻ്റെ ക്യാമറയുടെ സഹായത്തോടെ ഗുസ്താവിനെ കൂടുതൽ അടുത്ത് കണ്ടു. അവൻ്റെ ശരീരത്തിൽ പലയിടത്തും അവനെ മനുഷ്യൻ വേട്ടയാടാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മാരകമായ മുറിവ് അവൻ്റെ വലത്തെ മുൻകാലിന് മുകളിലുണ്ടായിരുന്ന വെടിയേറ്റ ഒരു പരിക്കായിരുന്നു. ഈ പരിക്കുകളൊക്കെ കാരണമാണ് അവൻ മനുഷ്യന്റെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലായാൽ അവിടെ നിന്നും പിന്മാറിയിരുന്നത്. എങ്കിലും അവൻ മനുഷ്യന്റെ അടുത്ത് വന്നിരുന്നു. പക്ഷേ അത് മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി മാത്രമായിരുന്നു. ലെസ്ലി വിശദമായി അവനെ നിരീക്ഷിക്കുമ്പോൾ അവൻ്റെ അടുത്ത് 12 അടിയോളം വലിപ്പമുള്ള മറ്റു ചില മുതലകൾ കൂടിയുണ്ടായിരുന്നു. അവറ്റകളുടെ മുന്നിൽ ഗുസ്താവ് ശരിക്കും ഒരു ഭീകരൻ തന്നെയായിരുന്നു. 18 അടിയിലധികം നീളമുള്ള അതിനൊത്ത വണ്ണമുള്ള ഗുസ്താവ്
ലെസ്ലി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നൈൽ മുതല തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റു മുതലകൾ പോലും ഗുസ്താവിൽ നിന്നും അല്പം ദൂരെ മാറിയാണ് കിടന്നിരുന്നത്. അവൻ അടുത്തേക്ക് വന്നാൽ മറ്റു മുതലകൾ ബഹുമാനം പോലെ തല ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ഹിപ്പോകൾ പോലും ഗുസ്താവിനെ ഭയമായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഹിപ്പോകളുടെ ഒരു കൂട്ടം ഗുസ്താവിനെ കണ്ട് ഭയന്നിട്ടെന്ന വണ്ണം കൂട്ടം കൂടി നിൽക്കുകയാണ്. അവയുടെ ശ്രദ്ധയും നോട്ടവും ഗുസ്താവിൽ തന്നെയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ജനിച്ച ഒരു കുഞ്ഞു ഹിപ്പോ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനെ ഗുസ്താവിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അവർ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് ലെസ്ലിക്ക് തോന്നി. സാധാരണയായി മുതലകൾ ഹിപ്പോകൾക്ക് ഭീഷണിയാകാറില്ല. പക്ഷേ ഗുസ്താവ് ഒരു സാധാരണ മുതലയല്ല. ഒരാഴ്ച മുൻപ് പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു ഹിപ്പോയെ അനായാസം ആക്രമിച്ച് ഭക്ഷണമാക്കുന്ന ഗുസ്താവിനെ താൻ നേരിട്ട് കണ്ടതാണെന്ന് കൂടെയുണ്ടായിരുന്ന പ്രദേശവാസിയായ ഗൈഡ് ലെസ്ലിയോട് പറഞ്ഞു. കുറച്ചുനേരം ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ ഇരുന്നാൽ ഉടൻ തന്നെ അവർ തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാമെന്ന് ഗൈഡ് പറഞ്ഞു. അതൊരവസരമാക്കി മനസ്സിലാക്കിയ ലെസ്ലി അനങ്ങാതെ ആ കാഴ്ചയ്ക്കായി കാത്തിരുന്നു. സമയം സന്ധ്യയോടടുത്തു. അവർ പ്രതീക്ഷിച്ചത് പക്ഷേ നടന്നില്ല. കാരണം ഗുസ്താവിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കി ഇപ്പോൾ എല്ലാ ഹിപ്പോകളും നിരന്ന് തന്നെ നിൽക്കുകയാണ് ആ കുഞ്ഞു ഹിപ്പോപ്പൊട്ടാമസിനെ രക്ഷിക്കുന്നതിനായി. അതെ, ഒന്നും നടന്നില്ല. ഗുസ്താവ് പതുക്കെ അവിടെ നിന്നും മറഞ്ഞു. ഗുസ്താവിനെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളെ മുതലകളുടെ വേട്ടയാടലിൽ നിന്നും പിന്തിരിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ കൂടി അവർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ മുതൽ സ്കൂൾ കുട്ടികളെ വരെ അവർ നേരിട്ട് കാണുകയും ക്ലാസുകൾ എടുക്കുകയും ചെയ്തു. ഗുസ്താവിൻ്റെ ആക്രമണത്തിൽ നിന്നും അവരെയൊക്കെ രക്ഷപ്പെടുത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് അവർ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഗുസ്താവിനെ പിടികൂടുന്നതിനായി കെണിയായി നിർമ്മിച്ച കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1 ടണ്ണിനടുത്ത് ഭാരം ആ കൂടിനുണ്ടായിരുന്നു. അതിനെ അവർ നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനായി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. കൂട് അവിടേക്ക് എത്തിക്കുന്നതിനായി ഒരു വലിയ ക്രെയിൻ്റെ ആവശ്യം വരുമെന്ന് പാട്രീസിന് തോന്നി. പക്ഷേ അവിടെയുണ്ടായിരുന്ന പ്രദേശവാസികൾ കൂട് പാട്രീസ് പറയുന്ന ഇടത്ത് എത്തിച്ചു നൽകാമെന്ന ഉറപ്പ് നൽകുന്നു. കൂട് കൊണ്ടുപോകേണ്ട ദിവസം അത് ചുമക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്ന ജനക്കൂട്ടം കണ്ട് പാട്രീസ് അത്ഭുതപ്പെട്ടു. റുസൂസി നദീതീരം വരെ, അതായത് കൂടുണ്ടാക്കിയ ഇടത്തു നിന്നും 4 മൈൽ ദൂരം ഈ കൂട് അവർക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ടതുണ്ട്. 100-ലധികം വരുന്ന പ്രദേശവാസികൾ ഈ ജോലിയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു. ആലിസണും സഹായിയായ ലാഡിയും ചേർന്നാണ് കൂട് സ്ഥാപിക്കേണ്ട ഇടം കണ്ടെത്തിയതും തീരുമാനിച്ചതുമൊക്കെ. ടാൻഗനിക്ക തടാകത്തിലേക്ക് എത്തിച്ചേരുന്ന റുസൂസി നദിയുടെ 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ് അവർ കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കൂട് ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്ന സമയത്തെല്ലാം ആലിസൺ ലെസ്ലി ഗുസ്താവിനെ നിരീക്ഷിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഇതേ സമയം ഗുസ്താവിന്റെ വലിപ്പം ബൈനോക്കുലർ വഴി ആസ്വദിച്ചു കൊണ്ടിരുന്ന ആലിസൺ ലെസ്ലിക്ക് ഗുസ്താവിന് ഏകദേശം 100 വർഷമെങ്കിലും പ്രായമുണ്ടാകും എന്ന് തോന്നി. അതേ സമയത്ത് തന്നെയാണ് ആലിസൺ ലെസ്ലിക്ക് വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ഗുസ്താവ് അവൻ്റെ ഭീമാകാരമായ വാ തുറക്കുന്നത്. വായ്ക്കുള്ളിൽ അവൻ്റെ പല്ലുകൾ നിരീക്ഷിക്കാൻ അവർക്ക് അല്പസമയം കിട്ടി. അവൻ്റെ പല്ലുകൾ നിരീക്ഷിച്ച ആലിസൺ ലെസ്ലി ശരിക്കും ഞെട്ടി. 100 വർഷം പ്രായമുള്ള ഒരു മുതലയ്ക്ക് ഒരിക്കലും ഇത്രയധികം പല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ്റെ പല്ലുകളുടെ എണ്ണത്തിൽ നിന്നും അവർ അവൻ്റെ പ്രായം കണക്കാക്കി. അതെ, അവന് വെറും 60 വയസ്സിലധികം പ്രായം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതായത് ഈ ഗുസ്താവ് എന്ന ഭീമൻ മുതല ഇനിയും പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. അപ്പോഴേക്കും കൂടുമായി പാട്രീസും സംഘവും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അവർ കൃത്യമായിടത്ത് അത് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. മണിക്കൂറുകളോളം കൂടും ചുവന്ന് നടന്ന മനുഷ്യർ വളരെയധികം തളർന്നിരിക്കുന്നു. അവർ അവിടെയുള്ള പുൽമേടിൽ കുറച്ചു നേരം വിശ്രമിച്ചു. മറ്റുള്ളവർ പാട്രീസിന്റെ നേതൃത്വത്തിൽ അവരുടെ ജോലി തുടരുകയും ചെയ്യുന്നു. അവർ ജോലി തുടരുമ്പോൾ നദിയുടെ അങ്ങേ തലയ്ക്കൽ ഗുസ്താവ് ഒരു ധ്യാനത്തിലെന്ന പോലെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. വളരെ തകൃതിയായി ജോലികൾ മുന്നോട്ട് നീക്കിയിട്ടും നേരം ഇരുട്ടുന്നതിന് മുൻപ് അവർ പ്രതീക്ഷിച്ചതുപോലെ ആ കൂട് സ്ഥാപിക്കാൻ സാധിച്ചില്ല. ഇരുട്ട് വീണു കഴിഞ്ഞാൽ നദിയിലെ ജീവികൾ സജീവമാകും. പ്രധാനമായും ഹിപ്പോപ്പൊട്ടാമസുകൾ ഇര തേടുന്ന സമയം രാത്രിയിലാണ്. മാത്രമല്ല മുതലകളും രാത്രി സമയങ്ങളിലാണ് അവരുടെ വേട്ട കൂടുതലായും നടത്താറുള്ളത്. വളരെ ശ്രമകരമായി അവർ ജോലി പൂർത്തിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ വളരെ പെർഫെക്റ്റായി ആ കൂട് സ്ഥാപിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഒരുവിധമൊക്കെ ആ കൂട് പ്രവർത്തനക്ഷമമായ രീതിയിൽ സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചു. ശേഷം കൂട്ടിലേക്ക് ഗുസ്താവിനെ ആകർഷിക്കുന്നതിനായി അവർ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന എരുമയുടെ രക്തം ഒഴിക്കുന്നു. മുതലകളെ കൂടുതൽ ആകർഷിക്കുന്ന ഗന്ധമാണ് എരുമകളുടെ ബ്ലഡ് എന്നത്. അത് പാട്രീസിനും ആലിസണിനും നന്നായി തന്നെ അറിയാം. 4 മൈലുകൾ ദൂരെ നിന്ന് വരെ ഈ ഗന്ധം മനസ്സിലാക്കാൻ മുതലകൾക്ക് കഴിവുണ്ട്. ഏതായാലും കൂടിനുള്ളിലും അതിന് പുറത്തുമൊക്കെ എരുമയുടെ രക്തം തുറച്ചു വെച്ചതിന് ശേഷം ഒരു എരുമയുടെ തലയും ആ കൂടിനുള്ളിൽ സ്ഥാപിച്ചു. ഈ തലയിലാണ് കൂടിൻ്റെ പ്രധാന മെക്കാനിസം പ്രവർത്തിക്കുന്നത്. മുതല ഈ കൂടിനുള്ളിൽ വന്ന് ഈ തലയിൽ കടിക്കുമ്പോൾ കൂടിൻ്റെ ഡോറ് ഓട്ടോമാറ്റിക്കലി അടയും. അതോടെ മുതല ഈ കൂടിനുള്ളിൽ അകപ്പെടുകയും ചെയ്യും. ആ രീതിയിലാണ് കൂടിൻ്റെ പ്രവർത്തനം അവർ നിശ്ചയിച്ചിരുന്നത്. പാട്രീസും സംഘവും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാം ഗുസ്താവിൻ്റെ നീക്കങ്ങൾ അനുസരിച്ചിരിക്കും. ഗുസ്താവ് അഥവാ കൂട്ടിൽപ്പെട്ടാൽ അതിനെ മയക്കുന്നതിനായി എടുക്കേണ്ട ഇഞ്ചക്ഷൻ ആലിസൺ ലെസ്ലി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു.
അവർ ഇതിനു മുൻപും മുതലകളെ ഇതുപോലെ മയക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരുന്നിൻ്റെ അളവ് അവർക്ക് നന്നായി തന്നെ അറിയാം. എങ്കിലും ഇത്രയും വലിപ്പമുള്ള ഒരു മുതലയ്ക്ക് എത്രത്തോളം ഡോസ് മരുന്ന് നൽകണമെന്നത് അവരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. അവർ സ്ഥാപിച്ച കൂടിനുള്ളിൽ ഒരു ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇൻഫ്രാറെഡ് പ്രകാശത്താൽ പ്രവർത്തിക്കുന്ന ഈ ക്യാമറ രാത്രിയിലും തരക്കേടില്ലാത്ത ക്ലാരിറ്റിയിൽ ചിത്രീകരണം നടത്തുന്ന ഒന്നായിരുന്നു. കൂട് സ്ഥാപിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഫലമൊന്നും കണ്ടില്ല. അന്നേ ദിവസം രാവിലെ റുസൂസി നദിക്കരയിൽ ഒരു പോത്തിനെ ആക്രമിച്ചിരിക്കുന്നത് അവർ കാണാനിടയായി. പോത്തിന്റെ വലിപ്പം വെച്ച് നോക്കിയാൽ ഗുസ്താവ് അല്ലാതെ മറ്റൊരു മൃഗത്തിനും ഇത്രയും വലിയ ഒരു കാട്ടുപോത്തിനെ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ കാട്ടുപോത്തിന്റെ ശരീരം കണ്ടെത്തിയ ഭാഗത്ത് അവർ അല്പനേരം നിരീക്ഷണം നടത്തി. അവിടെ അവർക്ക് വളരെ അപൂർവമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. വെള്ളത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം ഹിപ്പോകൾ ഈ കാട്ടുപോത്തിന്റെ മൃതശരീരത്തിനടുത്തെത്തിയതിനു ശേഷം അവർ കൂട്ടത്തോടെ ആ ശരീരം നക്കി വൃത്തിയാക്കി. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെപ്പോലെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ ഹിപ്പോകൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. ശേഷം അതിൻ്റെ ചുറ്റും അവർ ഇരുപ്പുറപ്പിച്ചു. ഹിപ്പോകളുടെ ഈ വിചിത്രമായ പെരുമാറ്റം അവർ ഉപമിച്ചത് ഒരു ശവസംസ്കാര ചടങ്ങിനോടാണ്. ഇതൊക്കെ അവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനു മുൻപോ ശേഷമോ ഇങ്ങനെയൊരു സംഭവം പകർത്താൻ ഒരാൾക്കും സാധിച്ചിട്ടുമില്ല. ഏകദേശം 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കാട്ടുപോത്തിന്റെ മൃതദേഹം ഉപേക്ഷിച്ചതിന് ശേഷം ഈ ഹിപ്പോകൾ നദിയിലേക്ക് മടങ്ങുന്നത്. പക്ഷേ അതിനേക്കാളും ആലിസൺ ലെസ്ലിയെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്ന്, ഈ കാട്ടുപോത്തിന്റെ മൃതദേഹം ഭക്ഷിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു മുതലകളും തയ്യാറാകുന്നില്ല എന്നതായിരുന്നു. മുതലകൾക്ക് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കുമെങ്കിലും ഈ നദിയിലെ ഭക്ഷണ ലഭ്യത കൂടുതലായതുകൊണ്ടാകാം ആ കാട്ടുപോത്തിന്റെ മൃതദേഹം ഭക്ഷിക്കാൻ ആ മുതലകൾ തയ്യാറാകാത്തത്. 6 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഗുസ്താവ് അവർ ഒരുക്കിയ കെണിയിൽ വീഴുന്ന ഒരു ലക്ഷണവും കാണിച്ചില്ല. അതിൻ്റെ കാരണമായി അവിടെയുണ്ടായിരുന്ന പരിസരവാസികൾ പറഞ്ഞത് ഈ മുതല ഏതോ ദുഷ്ടമന്ത്രവാദിയുടെ നിയന്ത്രണത്തിലാണെന്നും അതുകൊണ്ടാണ് അത് കെണിയാണെന്ന് മനസ്സിലാക്കി അടുക്കാതിരിക്കുന്നതെന്നും ഒക്കെയായിരുന്നു. ആ മന്ത്രവാദിയുടെ മന്ത്രത്തിൻ്റെ ശക്തി നഷ്ടപ്പെടണമെങ്കിൽ അതിനെതിരെയുള്ള മന്ത്രവാദം പ്രയോഗിക്കണമെന്ന് അവിടെയുള്ളവർ പറഞ്ഞു. എന്നാൽ മാത്രമേ അവനെ പിടികൂടാൻ സാധിക്കൂ എന്നായിരുന്നു അവിടെയുള്ള പരിസരവാസികളുടെ വിശ്വാസം. ഈ വിശ്വാസം അവർ പാട്രീസിനോടും സംഘത്തോടും പങ്കുവെക്കുകയും ചെയ്തു. അതൊക്കെ പൂർണ്ണമായും അശാസ്ത്രീയമായ ഒന്നാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന പാട്രീസ് പക്ഷേ അവരെ തടഞ്ഞില്ല. കാരണം ഒരു പക്ഷേ തനിക്കറിയാത്ത പല കാരണങ്ങളും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അത് ആ പ്രദേശവാസികൾക്ക് അറിയാമെങ്കിലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവിടുത്തെ ഒരു മന്ത്രവാദി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവിടെ വന്ന് എന്തൊക്കെയോ രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു കുടത്തിലെ ജലത്തിൽ കമ്പുകളിട്ട് കറക്കുന്നു. ശേഷം ആ വെള്ളമെടുത്ത് കൂടിൻ്റെ 4 വശത്തുമുള്ള അതിൻ്റെ ഇരുമ്പ് കമ്പുകളിൽ പുരട്ടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നദിയുടെ മറുകരയിൽ ഗുസ്താവ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടെന്ന വണ്ണം അനങ്ങാതെ കിടപ്പുണ്ട്. അടുത്ത ദിവസം രാവിലെ പാട്രീസിനെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി അവരെ തേടിയെത്തി. അന്നേ ദിവസം അതിരാവിലെ മറ്റൊരു മനുഷ്യനെ കൂടി ഗുസ്താവ് തൻ്റെ ഇരയാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ നടത്തിയ മന്ത്രവാദിയുടെ പ്രവൃത്തിക്ക് മറുപടിയായി അവൻ നടത്തിയ ആക്രമണമാണെന്ന് അവിടെയുള്ളവർ വിശ്വസിക്കുന്നു. ഇത്തവണ പക്ഷേ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിനെയായിരുന്നു ഗുസ്താവ് ആക്രമിച്ചത്. 1-ലധികം മത്സ്യത്തൊഴിലാളികൾ ഈ ആക്രമണത്തിന് സാക്ഷികളുമായിരുന്നു. ഇത്തവണ ഗുസ്താവ് തൻ്റെ ഇരയെ കാലിൽ കടിച്ചെടുത്ത് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം അതുപോലെ തന്നെ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പാട്രീസും സംഘവും ഈ യുവാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഗുസ്താവ് ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ഒളിവിൽ പോകുന്ന മനുഷ്യരുടെ പ്രവൃത്തി പോലെ അതിനെ തോന്നിപ്പിച്ചു. പാട്രീസും സംഘവും ഗുസ്താവിനെ പിടികൂടാൻ പരമാവധി ശ്രമിക്കുന്നതിനിടയിൽ ഓരോ ദിവസവും അവൻ മനുഷ്യന്റെ ജീവനെടുക്കുന്ന നരവേട്ട തുടർന്നുകൊണ്ടിരുന്നു. കെണിയൊരുക്കിക്കൊണ്ട് ഗുസ്താവിനെ പിടികൂടാനുള്ള അവരുടെ ശ്രമം ഒരു പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അവർക്ക് തോന്നി. മാത്രമല്ല ഇതിനിടയിൽ ബുറുണ്ടി സർക്കാർ പാട്രീസിനും സംഘത്തിനും അനുവദിച്ച 2 മാസത്തെ സമയം അവസാനിക്കാൻ വെറും 2 ആഴ്ചകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പാട്രീസ് നിർമ്മിച്ച കൂടിനടുത്തേക്ക് ഗുസ്താവ് എന്നല്ല മറ്റൊരു മുതലകളും അടുക്കുന്നത് പോലുമില്ല എന്ന് ആലിസൺ ലെസ്ലി പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ ഒരു ജീവിയെ പിടികൂടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് ആലിസൺ ലെസ്ലിക്കും നന്നായി തന്നെ അറിയാം. എങ്കിലും ഗുസ്താവിനെ പിടികൂടുന്നതിനായി നൂതനമായ പുതിയ എന്തെങ്കിലും വിദ്യകൾ പ്രയോഗിക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ കൂട് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 മൈൽ ദൂരത്ത് നദിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു ചെറിയ മൺകൂനയിൽ അവർ ഗുസ്താവിനെ കണ്ടെത്തി. ഈ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ഒരു കൂട് നിർമ്മിക്കേണ്ടി വരുമെന്ന് ആലിസൺ അന്ന് അഭിപ്രായപ്പെട്ടു. ബുജുംപുരയിലെ തന്നെ ഒരു ഫാക്ടറിയിലെത്തിയ പാട്രീസും സംഘവും മുതലയെ കൊടുക്കുന്നതിനായി 3 കൂറ്റൻ പിറ്റ്മാൻ ട്രാപ്പുകൾ കൂടി നിർമ്മിക്കുന്നു. കൂറ്റൻ ചൂണ്ട പോലെ തോന്നിക്കുന്ന ഒരു ആനിമൽ ട്രാപ്പാണ് ഈ പിറ്റ്മാൻ ട്രാപ്പ്. മൃഗങ്ങൾക്ക് പരിക്ക് പറ്റാതെ കുരുക്കിട്ട് പിടിക്കുന്ന ഒരു തരം ട്രാപ്പാണ് ഇത്. 1/2 ടണ്ണോളം ഭാരമുള്ള ഉരുക്കിലാണ് ഈ 3 ട്രാപ്പുകളും അവർ നിർമ്മിച്ചത്. ഈ ട്രാപ്പുകൾക്ക് മറ്റൊരു അപകട സാധ്യത കൂടിയുണ്ട്. റുസൂസി നദിയിൽ ഗുസ്താവ് എന്ന മുതല മാത്രമല്ല ഉള്ളത്. ഈ ട്രാപ്പിലെ ഇരയിൽ മറ്റു മുതലകളും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് പാട്രീസിന് നന്നായി തന്നെ അറിയാം. ഈ ട്രാപ്പിന്റെ നിർമ്മാണത്തിന് ശേഷം നേരത്തെ ആലോചിച്ചുറപ്പിച്ച ഇടങ്ങളിൽ അവർ അത് വിജയകരമായി സ്ഥാപിച്ചു.
ഇതെല്ലാം കണ്ടിട്ടെന്ന വണ്ണം അപ്പോഴും ഗുസ്താവ് റുസൂസി നദിയിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. നേരത്തെ നിർമ്മിച്ച കൂടും ഇപ്പോൾ അവർ സ്ഥാപിച്ച പിറ്റ്മാൻ ട്രാപ്പുകളും ഉൾപ്പെടെ ഇപ്പോൾ 4 ട്രാപ്പുകളാണ് അവർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ മുന്നിൽ വെറും 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരുടെ കാത്തിരിപ്പ് 48 മണിക്കൂറുകൾ പിന്നിട്ടു. ഒടുവിൽ അവർ സ്ഥാപിച്ച ഒരു പിറ്റ്മാൻ ട്രാപ്പിൽ ഒരു മുതല കുടുങ്ങിയതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പാട്രീസ് ഒരു സഹായിക്കൊപ്പം വളരെ പെട്ടെന്ന് അവിടേക്ക് തിരിച്ചു. മുതല അതിൽ കുടുങ്ങിയിരിക്കുന്നു. പക്ഷേ അത് ഗുസ്താവ് ആയിരുന്നില്ല. അതൊരു ഇടത്തരം വലിപ്പമുള്ള സാധാരണ മുതലയായിരുന്നു. വളരെ പണിപ്പെട്ടാണ് പാട്രീസ് ഈ മുതലയെ ട്രാപ്പിൽ നിന്നും മോചിപ്പിച്ച് നദിയിലേക്ക് വിട്ടത്. അന്നേ ദിവസം 3 പിറ്റ്മാൻ ട്രാപ്പുകളിലുമായി 5-ലധികം മുതലകൾ കുടുങ്ങി. പിറ്റ്മാൻ ട്രാപ്പ് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഗുസ്താവ് മാത്രം ഈ ട്രാപ്പുകളിൽ നിന്നൊക്കെ അകന്നു നിന്നു. പിറ്റ്മാൻ ട്രാപ്പിൽ പാട്രീസും സംഘവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയെങ്കിലും ആദ്യം നിർമ്മിച്ച ആ വലിയ കൂട് മാറ്റാനോ അതിലെ ശ്രമങ്ങളിൽ നിന്നും പിന്തിരിയാനോ അവർ തയ്യാറായിരുന്നുമില്ല. ചെറിയ മാംസകഷ്ണങ്ങളും എരുമയുടെ തലയുമൊക്കെയായിരുന്നു ആദ്യം ഈ കൂട്ടിൽ വെച്ചിരുന്നത്. ഒരുപക്ഷെ ഗുസ്താവിന് ചെറിയ മാംസകഷ്ണങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് തോന്നി അവർ ജീവനുള്ള മൃഗങ്ങളെ അതിൽ വയ്ക്കാൻ തീരുമാനിച്ചു. ഇത്തവണ വലിപ്പമുള്ള ഒരു കോഴിയെയാണ് കൂട്ടിൽ ഇരയായി വെച്ചത്. കോഴിയുടെ ചലനവും അതിൻ്റെ ശബ്ദവുമൊക്കെ ഗുസ്താവിനെ ആകർഷിക്കുമെന്ന് പാട്രീസും സംഘവും കരുതി. ഒരു തരത്തിലുള്ള ഫലവുമില്ലാതെ വീണ്ടും രാത്രികൾ കടന്നുപോയി. ഇനി അവർക്ക് ബുറുണ്ടിയിൽ ഈ മുതലയെ വേട്ടയാടാനായി ബാക്കിയുള്ളത് വെറും 7 ദിവസങ്ങൾ മാത്രമായിരുന്നു. ഇതോടെ കൂടിനുള്ളിൽ ഗുസ്താവിനെ ആകർഷിക്കുന്നതിനായി മുതലകൾ കൂടുതൽ ആകർഷമാകുന്ന ഇരയെ വയ്ക്കാൻ അവർ തീരുമാനിക്കുന്നു. ഒടുവിൽ അവർ അതിനായി കണ്ടെത്തിയത് ജീവനുള്ള ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും പാട്രീസിന് ഈ ആടിനെ ഇരയായി വെക്കേണ്ടി വന്നു. ആടിനെ സ്ഥാപിച്ച അന്നേ ദിവസം രാത്രി വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് കൂടിന് മുന്നിലൂടെ കടന്നുപോയ ഗുസ്താവ് ക്യാമറയിൽ തെളിയുന്നു. ഓരോ രാത്രിയും അവർക്ക് പ്രതീക്ഷയുടെ രാത്രികളായിരുന്നു. രാത്രികൾ കടന്നു പോകുമ്പോൾ അത് നിരാശയായി മാറുകയും ചെയ്തു. ഓരോ രാത്രിയിലും ക്യാമറയിലെ വീഡിയോകൾ നിരീക്ഷിച്ച പാട്രീസിനും സംഘത്തിനും ഈ മുതല കൂടിൽ കുടുങ്ങാതിരിക്കാൻ എന്തോ കാരണമുണ്ടായിരിക്കാം എന്ന് കരുതി. എത്ര ചിന്തിച്ചിട്ടും ആ കാരണം എന്താണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ഗുസ്താവ് നമ്മളെക്കാൾ ബുദ്ധിമാനാണോ എന്ന് പോലും പാട്രീസ് ചിന്തിച്ചു. മാത്രമല്ല അവിടെയുണ്ടായിരുന്ന മുതലകൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്ന് പോലും പാട്രീസ് ചിന്തിച്ചു. അതൊന്നും പക്ഷേ മാർക്കിന് അംഗീകരിക്കാൻ സാധിച്ചില്ല. ശരിയാണ്, നമ്മളെക്കാൾ ഒരുപക്ഷെ ബുദ്ധിമാനായിരിക്കാം ഗുസ്താവ് എന്ന് മാർക്ക് പറയുന്നു. അന്നേ ദിവസം രാത്രി പതിവിന് വിപരീതമായി വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇടിയും മഴയും കാറ്റും നിർത്താതെ ആഞ്ഞടിക്കുന്നു. മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാതെ റൂമിനുള്ളിൽ തന്നെ പാട്രീസും സംഘവും അന്നേ ദിവസം രാത്രി കഴിച്ചുകൂട്ടുന്നു. പിറ്റേ ദിവസം രാവിലെ ആയതോടെ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. മഴ മാറി. രാവിലെ തന്നെ മൂവരും സ്ഥാപിച്ചിരുന്ന കൂടിനടുത്തേക്ക് എത്തുന്നു. അന്ന് പക്ഷേ അതുവരെയുള്ള ദിവസങ്ങൾക്ക് വിപരീതമായി ഒരു സംഭവം നടന്നിരിക്കുന്നു. നദിയുടെ അക്കരെയായി സ്ഥാപിച്ചിരിക്കുന്ന കൂട് നദിയിലേക്ക് ചരിഞ്ഞു കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വളരെ പെട്ടെന്ന് കൂടിനടുത്തേക്ക് എത്തി. അവർ സ്ഥാപിച്ചിരുന്ന കൂട് വളരെ ചരിഞ്ഞു നിൽക്കുകയായിരുന്നു നദിയിലേക്ക്. മാത്രമല്ല അതിലുണ്ടായിരുന്ന ആടും അപ്രത്യക്ഷമാണ്. ഒരുപക്ഷെ ഗുസ്താവ് കൂടിനുള്ളിൽ കയറിയപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട് വെള്ളത്തിലേക്ക് ചരിയുകയും അതിന്റെ വാതിൽ തുറന്ന് ഗുസ്താവ് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തിരിക്കാം എന്നവർക്ക് തോന്നി. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അതിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറ അവർ പരിശോധിച്ചു. പക്ഷേ അതിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നതോടെ അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പാട്രീസും മാർക്കും ആലിസണും ആകെ നിരാശരായി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ സ്ഥാപിച്ചിരുന്ന മറ്റ് 3 പിറ്റ്മാൻ ട്രാപ്പുകളിലും അവർ പരിശോധന നടത്തി. അതിലൊന്നിലും ഗുസ്താവ് പോയിട്ട് മറ്റൊരു മുതലകളും കുടുങ്ങിയിട്ടുമില്ല. ഇനി മറ്റൊരു തന്ത്രം മെനയാനുള്ള സമയവും 3 പേർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കാരണം ബുറുണ്ടി സർക്കാർ അവർക്ക് അനുവദിച്ചു കൊടുത്ത സമയം തീർന്നിരിക്കുന്നു. അവിടെ നടന്നു വന്നിരുന്ന ആഭ്യന്തര കലഹങ്ങളിൽ നിന്നും അവർക്ക് സുരക്ഷയൊരുക്കാൻ ഇനി സൈനികരെ വിട്ടുകൊടുക്കാൻ ബുറുണ്ടി സർക്കാർ തയ്യാറാവുകയില്ല. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ അവർക്ക് ഈ രാജ്യം വിടേണ്ടി വരും. ഗുസ്താവ് എന്ന നരഭോജിയായ മുതലയെ പിടികൂടാൻ അവർക്ക് സാധിക്കില്ല എന്ന ബോധ്യം അവരെ വളരെയധികം നിരാശരാക്കി. പ്രകൃതി മനുഷ്യരെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് ഈ പരാജയം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കാം. പക്ഷേ എങ്കിലും ഈ സംഘത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം വളരെ കാലം ഗുസ്താവിനെ ആരും തന്നെ കണ്ടിട്ടില്ല. ഈ കൂടിൽ നിന്നും അവന് പരിക്കേറ്റതാണോ അതോ മറ്റേതെങ്കിലും വേട്ടക്കാർ അവനെ കീഴടക്കിയിരിക്കുമോ, അതുമല്ലെങ്കിൽ ബുറുണ്ടി സൈന്യത്തിൻ്റെ തന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുമോ എന്നൊന്നും ആർക്കും അറിയില്ല. ഏതായാലും ഗുസ്താവ് അപ്രത്യക്ഷനായി 6 മാസത്തിന് ശേഷം വരെയും ഒരു മനുഷ്യൻ പോലും റുസൂസു നദിയിലോ ടാൻഗനിക്ക തടാകത്തിലോ ആക്രമിക്കപ്പെട്ടിട്ടില്ല. പ്രദേശവാസിയായ ഒരാളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുസ്താവിനെ അവസാനമായി കണ്ടത് 2015-ലാണ്. നദിക്കരയിലുണ്ടായിരുന്ന ഒരു വലിയ എരുമയെ കടിച്ചെടുത്ത് നദിയിലേക്ക് മറയുന്നതാണ് അയാൾ കണ്ടത്. ഏതായാലും ഇന്ന് വരെ ഗുസ്താവിനെ പിടികൂടാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ലൊലോങ് എന്ന മുതലയ്ക്ക് സംഭവിച്ചതുപോലെ അമിതഭാരം മൂലം ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെട്ടു കാണാം. അതുമല്ലെങ്കിൽ പ്രായാധിക്യം മൂലം പല്ലുകൾ നഷ്ടപ്പെടുകയും വേട്ടയാടാൻ കഴിയാതെ പട്ടിണി മൂലം മരണപ്പെട്ടിരിക്കാം. അതുമല്ലെങ്കിൽ റുസൂസി നദിയുടെ മടിത്തട്ടിൽ
അടുത്ത ഇരയെയും ഉന്നമിട്ട് അവൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. പതിയെ പതിയെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുസ്താവ് എന്ന രാക്ഷസ മുതലയിൽ ഉണ്ടായിരുന്ന ഭയം അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നും ഇല്ലാതെയായി. ബുറുണ്ടിയിലെ ജനങ്ങൾ ഭയമില്ലാതെ ജീവിതം മുന്നോട്ട് നയിച്ചു തുടങ്ങി. ഗുസ്താവിൻ്റെ കഥ പല സിനിമകൾക്കും സീരീസുകൾക്കും പ്രചോദനമായിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ ക്യാപ്ചറിംഗ് ദ കില്ലർ ക്രോക്ക് എന്ന സിനിമയിൽ ഗുസ്താവിനെ പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വളരെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. ബുറുണ്ടിയിലേക്ക് നടത്തിയ ഒരു യാത്രക്കിടയിൽ ആഫ്രിക്കൻ മാഗസീന് വേണ്ടി എഴുതിയിരുന്ന ഒരു എഴുത്തുകാരൻ ഗുസ്താവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ, എവിടെ വെച്ച്, ആരാണ് കൊലപ്പെടുത്തിയത് എന്നൊന്നുമുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഗുസ്താവിൻ്റേത് എന്ന് കരുതുന്ന ഒരു ഫോട്ടോ പോലും അതിനുശേഷം പുറത്തു വന്നിട്ടുമില്ല. ഏതായാലും വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതുവരെ ഗുസ്താവ് മരണപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവുകളും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.